നമസ്കാരം. തിരുമല തിരുപ്പതി സന്നിധാനത്ത് ഈയിടെ നടത്തിയ ലഡ്ഡു വിതരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യത്ത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിരിക്കുകയാണ്. ഈ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ കൊണ്ടുവന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു പ്രസ്താവനയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവിടുത്തെ ഇപ്പോഴത്തെ CM ചീഫ് മിനിസ്റ്ററായ ചന്ദ്രബാബു നായിഡു പുറത്തുവിടുന്നത്. ഈ സാമ്പിളുകൾ ജൂലൈയിൽ പരിശോധിച്ചതാണ്. ഗുജറാത്തിലെ ഒരു പരിശോധന ലാബിലാണ് പരിശോധന നടന്നത്. പരിശോധിച്ചു വന്ന ലാബിൽ ആ ലാബിന്റെ റിസൾട്ടിൽ കാണുന്നത് ഈ നെയ്യ് എന്ന വ്യാജേന കൊണ്ടുവന്ന പലതും മൃഗക്കൊഴുപ്പായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മൃഗക്കൊഴുപ്പ് എന്ന് പറയുന്നത് പന്നിയുടെയും ബീഫിന്റെയും മൃഗക്കൊഴുപ്പുകളും കൂടാതെ തന്നെ മീനെണ്ണയും ഇതിൽ കലർത്തിയിരുന്നു എന്നുള്ള ആരോപണമാണ് ആ ലാബിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ആരോപണം ചന്ദ്രബാബു നായിഡു ഉയർത്തിയ ഉടനെ തന്നെ മുൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ അതിനെ ശക്തിയായി എതിർത്തിട്ടുണ്ടായിരുന്നു. ഇത് ചന്ദ്രബാബു നായിഡുവിന്റെ കള്ളം പ്രചരണമാണ് എന്നും ഇത് കള്ള പ്രസ്താവനയാണ് എന്നും ഒക്കെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും ചന്ദ്രബാബു നായിഡു ഉയർത്തിയ ആരോപണം രാജ്യം ആകെ ആളിപ്പടരുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും വിശ്വസിച്ച് കഴിക്കുന്ന ഒരു പ്രസാദമാണ് തിരുപ്പതിയിലെ ലഡ്ഡു. ആ ലഡ്ഡു ഭഗവാന്റെ മുമ്പിൽ പൂജിച്ച ശേഷം കൊണ്ടുവരുന്ന ആ ലഡ്ഡു കഴിക്കുമ്പോൾ ആ ഭക്തന് അനുഭവപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഇന്ന് കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ശങ്കരാചാര്യരും ദ്വാരകയിലെ ശങ്കരാചാര്യർ പ്രഖ്യാനന്ദ സരസ്വതി മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഓരോ ക്ഷേത്രങ്ങളിലെയും ഭരണം നടത്തേണ്ടത് മത നേതാക്കളായിരിക്കണം എന്ന് കൃത്യമായി പറയുമ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റുകളോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസോ ഇത്തരത്തിലുള്ള ഭരണം നടത്തുവാനുള്ള യോഗ്യതയില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ കാര്യങ്ങൾ ഈ രാജ്യത്ത് നടന്ന വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഹിന്ദു സമൂഹം, ആ സമൂഹം മുന്നോട്ട് വന്നുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള രീതിയിലാണ് എല്ലാ മത നേതാക്കളും പറയുന്നത്. രാഷ്ട്രീയക്കാർ, അവിശ്വാസികളായ രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയത്തിന്റെ പേരിലും ഇല്ലെങ്കിൽ അവിശ്വാസികളായ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ, സർക്കാരുകൾ ക്ഷേത്രം ഭരിക്കുമ്പോൾ ഒരു മറ്റു മതങ്ങൾക്ക് ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഹിന്ദു സമൂഹം ഇവിടെ പോകുന്നത്. ക്ഷേത്രം ഭരിക്കുമ്പോൾ ക്ഷേത്രത്തിന് സ്വാഭാവികമായും ആ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ അവരുടെ ശ്രദ്ധ അവിടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നും എങ്ങനെ പൈസ മാറ്റാമെന്നും വകതിരിക്കാമെന്നുമുള്ള ആ ശ്രദ്ധയാണ് അവരുടെ മുമ്പിലേക്ക് പോകുന്നത്. നമുക്കറിയാം, കുറച്ച് നാളുകൾ മുമ്പ് തിരുപ്പതിയിൽ കെട്ടതും അത് തന്നെയാണ്. തിരുപ്പതി ഫണ്ട് വകതിരിച്ച് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും നമ്മൾ കേട്ടിരുന്നതാണ്. മതപരമായ കാര്യങ്ങൾ മത നേതാക്കൾ തന്നെ നോക്കണമെന്നാണ് ശങ്കരാചാര്യർ ഇവിടെ ഊന്നി പറയുന്നത്. സനാതനധർമ്മം നശിപ്പിക്കുവാനുള്ള പലരുടെയും ഒരു ഗൂഢതന്ത്രത്തിന്റെ ഒരു ബാക്കിപത്രമാണ് തിരുപ്പതിയിലും അരങ്ങേറിയത്. ക്ഷേത്രങ്ങളുടെ പവിത്രത നശിപ്പിക്കുക, സനാതനധർമ്മം നശിപ്പിക്കുക, വിശ്വാസം നശിപ്പിക്കുക, ക്ഷേത്രങ്ങളിൽ ഉളവാവുന്ന അല്ലെങ്കിൽ വെളിവാവുന്ന പോസിറ്റീവ് എനർജി ഇല്ലാതെയാക്കുക എന്നതൊക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിനെ പൂർണ്ണമായും അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങളെ പൂർണ്ണമായും സർക്കാരിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും ഭരണത്തിന് വിമുക്തമാക്കുവാനുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ നിർദ്ദേശമാണ് ദ്വാരക ശങ്കരാചാര്യർ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് മഹാക്ഷേത്രങ്ങൾ സന്ദർശിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാൻ സാധിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാകേണ്ടത് എന്ന് ഓരോ വ്യക്തികൾക്കും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ സർക്കാർ ഭരിക്കുന്നുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ ഭരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ശബരിമല അടക്കമുള്ള എല്ലാ ക്ഷേത്രങ്ങളും സർക്കാരിന്റെ പൊളിറ്റീഷ്യന്റെ രാഷ്ട്രീയക്കാരുടെ പരിഗണനയിൽ നിന്ന് മാറ്റിക്കൊണ്ട് മതവിശ്വാസികളും അല്ലെങ്കിൽ ആ മതത്തിന്റെ പണ്ഡിതന്മാരും അത് കൈകാര്യം ചെയ്യണം എന്ന ഒരു നിർദ്ദേശമാണ് ആന്ധ്രയിൽ നടന്ന തിരുപ്പതി ദേവസ്ഥാനത്ത് നടന്ന ഈ വലിയ വൻചതിയുടെ മറവിൽ അല്ലെങ്കിൽ വൻചതിയുടെ ബാക്കി പത്രമായിട്ട് ശങ്കരാചാര്യർ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. നന്ദി.